ജില്ലാ സ്കൂൾ കലോത്സവം വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുന്നു. ആറ്റിങ്ങലിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കലോത്സവത്തിൽ ടൗൺ UPSൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളം മത്സരത്തിലെ വിധി നിർണയത്തിലും ആക്ഷേപം. സംഘാടക സമിതി നിയമിച്ച ജഡ്ജസ് യോഗ്യരല്ലെന്ന് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും പരാതിപ്പെട്ടു. നമ്മൾ കയറിയ ടൈം മുതൽ ഈ ഇരിക്കുന്ന 3 ജഡ്ജസും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ തായമ്പകയിലും പെമ്പിള്ളേർ മത്സരിക്കുമ്പോ ഇവർക്ക് മൈൻഡ് ഇല്ല. രണ്ടുപേരും ഉറക്കവും ഒരാള് പെണ്ണുങ്ങളല്ലേ എന്നും പറഞ്ഞ് മൈൻഡ് ചെയ്യാതെയാണ് ഇരുന്നത്. ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ ആരംഭിച്ച വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പരാതികളും 3-ാം ദിവസവും തുടർന്നു. നമ്മള് കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് 14 ആൺകുട്ടികളോടെ ജയിച്ച് വന്നിട്ട് ഇവിടെ റവന്യൂ ജില്ലയിൽ മത്സരിക്കാൻ വന്നതാണ്. മലയൻകീഴ് ഗേൾസ് സ്കൂളിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ കയറിയ ടൈം മുതൽ ഈ ഇരിക്കുന്ന 3 ജഡ്ജസും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ തായമ്പകയിലും പെമ്പിള്ളേർ മത്സരിക്കുമ്പോ ഇവർക്ക് മൈൻഡ് ഇല്ല. രണ്ടുപേരും ഉറക്കവും ഒരാള് പെണ്ണുങ്ങളല്ലേ എന്നും പറഞ്ഞ് മൈൻഡ് ചെയ്യാതെയാണ് ഇരുന്നത്. ഒരുപാട് നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ല. കയ്യില് ബ്ലഡ് ഒലിച്ച് കൈ അനക്കാനും വയ്യാതെ ഒടിഞ്ഞ ശബ്ദം വരെ ഒടിയണ പോലത്തെ ശബ്ദം കേട്ട് നെഞ്ചും വേദന എടുത്ത് നിന്ന് കഷ്ടപ്പെട്ട് കൊട്ടിയിട്ട് മാർക്ക് വേണമെന്ന് ഞാൻ പറയണില്ല. ഞങ്ങൾ വേണ്ട, മാർക്ക് തരണ്ട, നമ്മൾ ശ്രദ്ധിക്കാം, മൈൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മൾ മാത്രമല്ല, അവിടെ ഒരുപാട് പേര് ചെറുക്കന്മാര് പോലും കരഞ്ഞോണ്ട് പോയെന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. അതല്ല, ഈ ജഡ്ജസ് ഒരു തരത്തിലും ഇവര് ചെണ്ടമേളത്തിന്റെ ജഡ്ജസ് അല്ല. ചെണ്ടമേള ജഡ്ജ് കാഴ്ച നമ്മൾ കഴിഞ്ഞ ഇതിൽ മത്സരിച്ചപ്പോ ഇരുന്ന ജഡ്ജസ് എല്ലാം ചെണ്ടമേളത്തിന്റെയാണ്. അവർക്കറിയാം പഞ്ചാരി മേള എന്തോന്നാണെന്നും ശിങ്കാരി മേള എന്തോന്നാണെന്നും. നമ്മളെ പഠിപ്പിച്ച ആള് ഈ ട്രിവാൻഡ്രത്തെ തന്നെ ചെണ്ടമേളത്തിന്റെ സെക്രട്ടറിയാണ്. ആ കറഞ്ഞുകൂടാത്ത ചെണ്ടമേളത്തിൽ ആശാമാരില്ല. ഇത് ആ കറഞ്ഞുകൂടാ. ഇത് നമ്മൾ ഇതിന് നമുക്കൊരു പരിഗാതാണ്. ഇപ്പൊ നമ്മള് ഇവിടെ അപ്പീലിന് ചെന്നപ്പോഴത്തേക്ക് അവരുടെ 5000 രൂപ അടച്ചാലും നമ്മളെ കുറ്റമല്ല. ഇത് നമ്മളെ കുറ്റമല്ല, അവരെ ശ്രദ്ധാകുറവിനാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാട്ടാക്കടയിൽ നിന്ന് അറ്റം വരെ വന്നിട്ട് നമ്മൾ അതും അവിടെ 14 ആമ്പിള്ളേരുടെ മത്സരിച്ച് പഞ്ചാരിമേള എല്ലാരും കൂടെ മത്സരിച്ച് അത്രയും ജയിച്ചു വന്ന കുട്ടികൾക്ക് ഇവിടെ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല? ഇവിടെ വന്ന് അന്വേഷിച്ചൊക്കെ പറയണ് പ്രൂഫ് ഇല്ല. അയാള് വന്ന് നമ്മളെടുത്ത് ഞങ്ങൾ വെറുതെ ചരിഞ്ഞിരുന്നയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇങ്ങോട്ട് ചോദിക്കുന്നത്. പ്രൂഫ് ഉണ്ട്, ഞങ്ങൾ കണ്ടോണ്ടാണ്, ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങൾക്ക് വീഡിയോയും ഉണ്ട്, ചരിഞ്ഞിരിക്കണമായിട്ടുണ്ട്, നമ്മൾ കണ്ടതുമായിട്ടും ഉണ്ട്. എങ്കിൽ ഞങ്ങളെ വിശ്വാസം എന്താണ് കുഴപ്പം? ഇവിടെ അപ്പീലിന് വന്നപ്പോ ഇവിടത്തെ പെരുമാറ്റം അത്ര നല്ലതൊന്നല്ല. ഇവിടെ അപ്പീലിന് വന്നപ്പോ നമ്മളെ പറയുന്ന കാര്യം അവര് കേൾക്കുന്ന പോലും ഇല്ല. അവര് മറ്റേ ഈ പുച്ഛത്തിൽ തള്ളാണ്. അതുമല്ല, അടി നടന്ന ടൈമില് ഇരുന്ന ജഡ്ജസ് പറയാണ് നമ്മൾ കൈക്കൂലി വാങ്ങിച്ചിട്ട് തന്നെ നമുക്ക് മാർക്ക് കൊടുത്തേന്ന്. അപ്പൊ അത്രയ്ക്ക് നല്ല വെടുപ്പ് ആളുകളെയാണ് ഇവിടെ ജഡ്ജസിന് ഇരുത്തുന്നത്. തിരുവനന്തപുരം ജില്ലാ കലോത്സവം 3-ാം ദിവസം നടന്ന വിവിധ കലാപരിപാടികളിലൂടെ തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ.
ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.